श्री हरये नमः। नारायण अखिल गुरो भगवन् नमस्ते। सच्चिदानंद रूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 53-ാമത്തെ ദശകത്തിലെ ഉപജാതി എന്ന വൃത്തം. ഈ ഉപജാതി വൃത്തം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കലർന്നു വരും. ഏതായാലും ദശമം ഭാഗവതം ദശമസ്കന്ധത്തിലെ 15-ാം അധ്യായത്തെ 46 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. 10 ശ്ലോകങ്ങളിൽ കൊച്ചു കൊച്ചു ശ്ലോകങ്ങൾ, അതിൽ തന്നെ 15-ാം അധ്യായത്തിലെ 46 ശ്ലോകങ്ങൾ, ദശമത്തിലെ 15-ലെ 46 ശ്ലോകങ്ങൾ, അതെല്ലാം കൂടി ഈ 10 ശ്ലോകങ്ങളിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഗോവത്സങ്ങളെ, പശുക്കിടാങ്ങളെ സംരക്ഷിച്ചു പോന്നിരുന്നതായ രാമകൃഷ്ണന്മാർ ഗോക്കളുടെ രക്ഷണത്തിൽ നിയുക്തരായി, പ്രവൃത്തരായി. ഗോക്കളെ പരിപാലിക്കാൻ പുറപ്പെട്ടു. അതീത്യബാല്യം ജഗദാം പദേ ത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തദാ ഗോഗണപാലനായാം. എന്താ പറഞ്ഞ? അതീത്യ ബാല്യം ജഗദാം പദേ ത്വം ഉപേത്യ പൗഗണ്ഡവയഃ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനം ഉത്സവേന പ്രാവർത്തദാഃ ഗോഗണപാലനായാം. ഇതാണ് ഇതിന്റെ പദങ്ങൾ. ഹേ ജഗദാംപദേ എന്നാണ് വിളിക്കുന്നത്. ലോകത്തിന് മുഴുവൻ രക്ഷകനായ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് എന്ത് ചെയ്തു? ബാല്യം അതീത്യ, ആ കൗമാരം അങ്ങോട്ട് കടന്നു. ബാല്യം 5 വയസ്സ് പ്രായം, അതാണ് ബാല്യം. ബാല്യം കടന്നു. പിന്നെ പൗഗണ്ഡവയം, പൗഗണ്ഡവയഃ, വയസ്സ് എന്നുള്ള പദം നപുംസകലിംഗമാണ്. അതുകൊണ്ട് മനോജ്ഞം പൗഗണ്ഡവയഃ എന്ന് പറഞ്ഞു. മനോഹരമായ ആ പൗഗണ്ഡം എന്ന പ്രായത്തിലേക്ക്. പൗഗണ്ഡം എന്ന് മനോജ്ഞമാണ്. മനോജ്ഞം എന്ന് പറഞ്ഞാൽ ചന്തമുള്ളത്, ഭംഗിയുള്ളത് എന്നർത്ഥം. ഭംഗിയുള്ള പൗഗണ്ഡവ പ്രായം, അതായത് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമാണ് പൗഗണ്ഡം. 5 വയസ്സ് വരെ ബാല്യം. 6-ാം വയസ്സ് മുതൽ പിന്നെയുള്ള 5 വർഷങ്ങൾ പൗഗണ്ഡം എന്നുള്ള പ്രായമാണ്. ഈ പൗഗണ്ഡ വയസ്സിനെ, മനോജ്ഞമായ പൗഗണ്ഡ വയസ്സിനെ എന്നാ പറഞ്ഞത്. നല്ല അഴകുള്ള ആ പൗഗണ്ഡം എന്ന പ്രായത്തെ ഉപേത്യ, അതിലേക്ക് കടന്നു, കാലുവച്ചു. പൗഗണ്ഡ വയസ്സിലേക്ക് കാലുവച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഉപേക്ഷ്യ, ഒരെണ്ണത്തിൽ പ്രവേശിച്ചപ്പോ മറ്റൊന്നിനെ ഉപേക്ഷിച്ചു. ഏതിനെ ഉപേക്ഷിച്ചു? വത്സാവനം. അവനം എന്ന് പറഞ്ഞാൽ രക്ഷണം. വത്സം എന്ന് പറഞ്ഞ പശുക്കുട്ടികള്, പൈക്കിടാങ്ങളെ രക്ഷിക്കുന്നത് അങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഉത്സവേന, വളരെ ആവേശത്തോടു കൂടി, ആവേശത്തിമിർപ്പോടു കൂടി, ഉത്സവത്തോടു കൂടി തന്നെ ഗോഗണപാലനായാം, പശുക്കുട്ടങ്ങളെ പരിപാലിക്കുന്നതിൽ പ്രാവർത്തദാഃ, ഏർപ്പെട്ടു എന്ന്. ഭഗവാൻ കൗമാരപ്രായം കഴിഞ്ഞ് പൗഗണ്ഡപ്രായത്തിലേക്ക്, കൗമാരം എന്നല്ല, ബാല്യപ്രായം കഴിഞ്ഞ് ആ പൗഗണ്ഡം എന്നുള്ള പ്രായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പൈക്കിടാങ്ങളെ രക്ഷിക്കൽ എന്നുള്ള തന്റെ ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ച് വലിയ പൈക്കളെ രക്ഷിക്കുന്നതിൽ ഏർപ്പെട്ടു. ഇതാണ് പറയുന്നത് കേട്ടോ. അതായത് ഭഗവാന് പൈക്കളെ വെക്കാനുള്ള പ്രായമായി എന്ന് കണ്ടപ്പോൾ സമ്മതിച്ചു കൊടുക്കുകയാണ്.
പ്രാപ്തിയായി. 6 വയസ്സ് കേട്ടോ. ആ പ്രായത്തിലെ കൂട്ടുകാരോടൊപ്പം ആ കൂട്ടുകാരിൽ 11 വയസ്സ് വരെയുള്ളവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി പശുക്കളെ മേയിച്ചു നടക്കാൻ പുറപ്പെട്ടു എന്നാണ്. ജഗദാംപദേ ത്വം ബാല്യം അതീത്യ. അതീത്യ എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടിയിട്ട്. ബാല്യം അതീത്യ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയിട്ട്, കുട്ടിക്കാലം കടന്നിട്ട് എന്ത് ചെയ്തു? മനോജ്ഞം പൗഗണ്ഡവയ ഉപേത്യ. നല്ല മനോഹരമായ പ്രായമാണ് പൗഗണ്ഡം. ആ പൗഗണ്ഡ പ്രായത്തിലേക്ക് പ്രവേശിച്ചിട്ട് വത്സാവനം ഉപേക്ഷിയ, പശുക്കിടാങ്ങളെ രക്ഷിക്കുക എന്നുള്ള തൊഴിലിനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? ഗോഗണപാലനായാം, പശുക്കളെ മേയ്ക്കുന്നതിൽ ഉത്സവേന അതി ആഹ്ലാദത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി പ്രാവർത്തദാഹ ഏർപ്പെട്ടു, പ്രവർത്തിച്ചു. അപ്പൊ ഭഗവാൻ പൈക്കുട്ടികളെ മേയ്ക്കുന്നതിന് പകരം പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. ഇതാണ് ആശയം. അതിനെന്താ കാരണം? ആ പ്രായം പൗഗണ്ഡം എന്ന പ്രായത്തിലേക്ക് എത്തി. അപ്പോൾ ഇനി വലിയവരായല്ലോ, അതുകൊണ്ട് പൈക്കളെ മേയ്ക്കാം എന്നായി. പൈക്കുട്ടികളെ മേയ്ക്കുന്നതിന് പകരം, പൈക്കിടാങ്ങളെ മേയ്ക്കുന്നതിന് പകരം പൈക്കളെ മേയ്ക്കുന്നവരായി ഭവിച്ചു. അതിനെങ്ങനെ? ഉത്സാഹത്തോടു കൂടിയാണ് പുറപ്പെട്ടത്. ജഗദാം പദേ ത്വം ബാല്യം അതീത്യ മനോജ്ഞം പൗഗണ്ഡവയഃ ഉപേത്യ വത്സാവനം ഉപേക്ഷ്യ ഗോഗണപാലനായാം ഉത്സവേന പ്രാവർത്തതാഃ. ആ പ്രവൃത്തി അതിനെ എങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ 2-3 അർത്ഥത്തിലാണ് ഓരോ പദങ്ങളും. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശതവ പ്രവൃത്തിഃ ഗോത്രാപരിത്രാണകൃതേവതീർണഃ തദൈവ ദേവാരഭദാസ്തദായത്. ഇവിടെ പറയണ ഉപക്രമസ്യ അനുഗുണ ഏവ സാ ഇയം മരുത്പുരാധീശ തവ പ്രവൃത്തിഃ ഗോത്രാപരിത്രാണകൃതേ അവതീർണഃ തദ് ഏവ ദേവ ആരവധാഃ തദാ യത്. ഇതൊക്കെ പദങ്ങൾ. ഹേ മരുത്പുരാധീശ, വിളിക്കാണ് ഗുരുവായൂരപ്പ. തവ സാ ഇയം പ്രവൃത്തി, അങ്ങയുടെ ഈ പ്രവൃത്തി. ഏത് പ്രവൃത്തി? പൈക്കളെ മേയ്ക്കുക എന്നുള്ള പ്രവൃത്തി. ഈ ഗോഗണപാലനം എന്ന പ്രവൃത്തി ഉപക്രമസ്യ അനുഗുണ ഏവ, തുടക്കത്തിന് ചേർന്നത് തന്നെയാണ് എന്ന്. അങ്ങയുടെ പ്രവൃത്തി ആരംഭിക്കുന്നത് പശുക്കളെ മേച്ചു തുടങ്ങുന്നതാണെന്നർത്ഥം. പൈക്കുട്ടികളെ മേച്ചു നടക്കുന്ന ബാല്യകാലം പോയി, ശരിക്കും പോകേണ്ട കാലം പ്രാപ്തനായ ഉടനെ തന്നെ പൈക്കളുടെ കൂട്ടങ്ങളെ രക്ഷിക്കാനാണല്ലോ അങ്ങ് നിയുക്തനായത്. അതങ്ങയുടെ പ്രവൃത്തിയുടെ ആരംഭം. എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദേവ എന്ന് വിളിച്ചു പറയാണ്. ഗോത്രാപരിത്രാണകൃതേ, ഗോത്ര എന്നുള്ള ശബ്ദത്തിന് ഭൂമി എന്നൊരർത്ഥം. പിന്നൊരർത്ഥം ഗോത്ര എന്ന് വെച്ചാൽ ഗോക്കളുടെ സമൂഹം എന്നർത്ഥം. ഭഗവാൻ എന്തിനാ അവതരിച്ചത് തന്നെ? ഗോത്രാപരിത്രാണകൃതേ, ഭൂമി സംരക്ഷണത്തിന് വേണ്ടി ജനിച്ച ആളാ. ഭൂമിയോട് വാക്കു കൊടുത്തു, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന്. അല്ലെ, ഭൂമിദേവി പശുവിന്റെ രൂപത്തില് ആ പാൽക്കടൽ തീരത്ത് മുൻപ് തന്നെ വന്നു എന്നാ പറഞ്ഞ്. ദേവൈപുരൈവാഗത, ദേവന്മാർക്ക് മുമ്പേ വന്ന് നിൽക്കുകയായിരുന്നു. ദേവന്മാർ മുമ്പ് വന്ന് നിന്നിട്ടുണ്ട്. അവിടെ വന്നു ആര്? ഈ പശുവിന്റെ രൂപത്തിലുള്ള ഭൂമിദേവി. എന്നിട്ടാണ് ഭഗവാനോട് പറഞ്ഞത്, അല്ലേ, ഞാൻ അല്ലാതെ ദശയിലായിരിക്കുന്നു എന്ന്. അപ്പൊ എനിക്കറിയാം നിന്റെ ദീനദശ, ദേവന്മാരുടെ സ്ഥിതിയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടന്മാരെ നശിപ്പിച്ച് നിന്നെ രക്ഷിക്കാം എന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗോത്രാപരിത്രാണ കൃതേ അവതീർണ, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി
അവതരിച്ചവനാണ് ഭഗവാൻ, അല്ലേ? അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പൊ എന്തു ചെയ്തു? ഗോത്ര സംരക്ഷണത്തിന് വേണ്ടി ജനിച്ചതായ അങ്ങ് ഇപ്പോൾ ഈ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി, ഗോസമൂഹത്തിനെ രക്ഷിക്കാൻ തുടങ്ങി. അത് അങ്ങയുടെ പ്രവൃത്തിയുടെ ഉപക്രമം എന്നും. ഗോത്ര എന്നുള്ള പദത്തിന് രണ്ടർത്ഥം പറഞ്ഞു. ഗോത്ര എന്ന് പറഞ്ഞാൽ ഭൂമി, ഗോത്രാണം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ മുഴുവൻ സംരക്ഷണം എന്നും അർത്ഥം. അപ്പൊ രണ്ടർത്ഥത്തിൽ പറയാണ്. ഭഗവാൻ ഭൂമി സംരക്ഷണത്തിനാണ് അവതരിച്ചത്. അതന്നെ ആദ്യമായി തുടങ്ങിയ പ്രവൃത്തി ഗോത്രാപരിത്രാണമായി. എന്ന് വെച്ചാൽ ഭൂമി സംരക്ഷണത്തിന് വേണ്ടി ജനിച്ച ഭഗവാൻ ആദ്യം പശുക്കളെ മേയ്ക്കാൻ പുറപ്പെട്ടു. ഉപക്രമസ്യ തുടക്കം തന്നെ അനുഗുണായവ അങ്ങക്ക് ചേർന്നതാണ് എന്ന്. അങ്ങയുടെ ആരംഭ പ്രവൃത്തി തന്നെ യോജിച്ചതാ. കാരണം ഗോത്രാപരിത്രാണത്തിന് വേണ്ടി അവതരിച്ച അങ്ങ് ഈ ഗോസമൂഹങ്ങളെ പരിപാലിച്ചാണ് അതിന് തുടക്കം കുറിച്ചത് എന്നത് വളരെ ഉചിതമാണ് എന്നർത്ഥം. അതുകൊണ്ട് തഥാ തദേവ ആരഭദാഹ, അതുകൊണ്ടാണ് ഈ പൗഗണ്ഡ വയസ്സിൽ 6-ാം വയസ്സ് മുതല് ഗോത്രാപരിത്രാണം തന്നെ ഏറ്റെടുത്തത് എന്ന്. ഇവിടെ രണ്ടാമത്തെ ഗോത്രാപരിത്രാണം എന്ന് പറയുന്നത് പശു സമൂഹങ്ങളെ രക്ഷിക്കൽ എന്ന്. ആദ്യം പറഞ്ഞ ഗോത്രാപരിത്രാണം ഭൂമി സംരക്ഷണം എന്ന്. കണ്ടോ, ഭൂമിക്ക് വാക്ക് കൊടുത്തതനുസരിച്ചാണ് അങ്ങ് അവതരിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി ഇപ്പോൾ ഉചിതമായിരിക്കുന്നു. അങ്ങ് ആദ്യമായി തന്നെ ഈ പശുക്കളെ തന്നെ രക്ഷിക്കുന്നതിൽ വ്യാപൃതനായി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തുടക്കം വളരെ ശോഭനമാണ് എന്ന് അർത്ഥം. മനസ്സിലായ? ഒരേ പദത്തിന് രണ്ടർത്ഥം. ഗോത്ര എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം, ഗോത്ര എന്ന് പറഞ്ഞാൽ പശുക്കളുടെ സമൂഹം എന്നർത്ഥം. ഗോത്രാപരിത്രാണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം തന്നെ. ഭൂമി സംരക്ഷണത്തിന്, ഭൂമിയെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവതരിച്ചത്. അപ്പൊ തുടക്കത്തെ പ്രവൃത്തി ഗോത്രാപരിത്രാണമായത് ഉചിതമായി എന്ന്. തുടക്കത്തെ പ്രവൃത്തി എന്താണ്? 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സായപ്പോഴേക്കും കാലികളെ മേച്ച് നടക്കലായി. ആ പശുക്കളെ മേച്ച് നടക്കുക എന്നുള്ളത് തന്റെ വാക്ക്, കൊടുത്ത വാക്കിന് അനുകൂലമായ പ്രവൃത്തിയാണ് എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ അതിനെ ഉത്രേക്ഷിച്ച് പറയുന്നു. അർത്ഥം മനസ്സിലായില്ലേ? ഹേ മരുത്പുരാധീശ തപസാ ഇയം പ്രവൃത്തി. പ്രവൃത്തി എന്നായതുകൊണ്ടാണ് സാ ഇയം എന്ന് പറഞ്ഞത്, സേയം പ്രവൃത്തി എന്ന് പറഞ്ഞത്. അതെങ്ങനെ? ഉപക്രമസ്യ തുടക്കത്തിന് അനുഗുണ പ്രവൃത്തി ആയതുകൊണ്ട് അനുഗുണാന്ന് സ്ത്രീലിംഗമായിട്ട് എടുത്തു. അനുഗുണായവ യത് ദേവ ഗോത്രാപരിത്രാണകൃതേ അവതീർണത്വം തദാ തത് ഏവ ആരഭത. തദേവ എന്ന് വെച്ചാൽ ഗോത്രാപരിത്രാണമേവ ആരഭതാഹ. അങ്ങ് ആ ഗോത്രാപരിത്രാണം തന്നെ ആരംഭിച്ചത് വളരെ നന്നായി. കാരണം അങ്ങ് ജനിച്ചത് തന്നെ ഭൂമിയുടെ സംരക്ഷണത്തിന്. ഇപ്പോൾ അത് ഗോക്കളെ പരിപാലിക്കാൻ പുറപ്പെട്ടു. അത് വളരെ ഉചിതമായ പ്രവൃത്തിയാണ് എന്ന് അതിനെ ഊഹിച്ചു പറയുകയാണ്. ഹേ മരുത്പുരാധീശ തപസാ ഇയം പ്രവൃത്തി ഉപക്രമസ്യ അനുഗുണാ ഏവ യത് ദേവ ഗോത്രാപരിത്രാണകൃതേ അവതീർണഃ തദാ തത് ഏവ ആരഭതാഃ. കണ്ടോ? വർണ്ണിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറയാണ്. ഒരിക്കൽ എന്ത് ചെയ്തു? കാട്ടിൽ നടന്നപ്പോ ഞാൻ ആ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറയാണ്. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമദാംനസ്വസഖസ്യ വാച മോദാദഗാഃ ധേനുഗഗാനനം ത്വം. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമനാമ്നഃ സ്വസഖസ്യ വാച മോദാദ് അഗാഹ ധേനുഗകാനനം ത്വം. കദാപി ഒരിക്കൽ, ഒരിക്കൽ ഏതോ ഒരു ദിവസം, രാമേണ സമം രാമനോടൊപ്പം എവിടെ പോയത്? വനാന്തേ കാട്ടിന്റെ ഉള്ളില്. വനശ്രിയം വീക്ഷ്യ
കാടിന്റെ അഴക് നോക്കി നടക്കുകയാണ്. ഒരിടത്ത് വണ്ടിനിരകൾ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരിടത്ത് കുയിലുകൾ പാട്ടുപാടുന്നു, വേറൊരിടത്ത് മയിലുകൾ നൃത്തം വെക്കുന്നു, ചോലകൾ ഇങ്ങനെ ഒഴുകുന്നു, വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ താന്ന് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ താട്ടി വരുന്നത് പോലെ നിൽക്കുന്നു. അങ്ങനെ മനോഹരമായ കാടിന്റെ ഭംഗി. അതിനെ വീക്ഷ്യ വനശ്രിയം, ആ വനസമ്പത്തിനെ, കാട്ടിന്റെ അഴകിനെ വീക്ഷ്യ നോക്കിക്കൊണ്ട് സുഖേന ചരന് രസിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ? ത്വം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് രാമനോടൊപ്പം ആ വൃന്ദാവനത്തിന്റെ അഴക് നോക്കി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി? ശ്രീദാമദംനഃ, ശ്രീദാമാവ് എന്ന് പേരായ ശ്രീദാമൻ എന്ന് നഗാരാന്താണ്. അതുകൊണ്ട് ശ്രീദാംനഃ, ശ്രീദാമ നാമനഃ എന്ന് പറഞ്ഞു. ശ്രീദാമൻ എന്ന് പേരുള്ള സ്വസഖസ്യ, സ്വസ്യ സഖ സ്വസഖഃ, സ്വസഖഃ എന്ന് വന്നപ്പോൾ സഖി ശബ്ദം സമാസത്തിന് വരുമ്പോൾ അകാരാന്തമായി മാറും. സഖി ശബ്ദം ഇകാരാന്തം പുല്ലിംഗമാണ്. സഖ്യുഹു എന്നാണ് വരേണ്ടത്. അവിടെ സഖസ്യാന്ന് വന്നു. കാരണം സഖി ശബ്ദം സമാസത്തില് അകാരാന്തമായി മാറും. അതുകൊണ്ട് സ്വസഖസ്യ, സ്വസ്യ സഖ്യുഹു എന്നർത്ഥം. സ്വന്തം സഖാവിന്റെ വാച, വാക്ക് കേട്ടു. ഉറ്റ ചങ്ങാതി എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ ഒരു പനന്തോപ്പുണ്ട്, കരിമ്പനത്തോപ്പ്. അവിടെ ധാരാളം പനമ്പഴങ്ങൾ കുലച്ചു നിൽക്കുന്നു. അത് കിട്ടിയാൽ കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രീരാമദാംനഃ സ്വസഖസ്യ വാച, തന്റെ കൂട്ടുകാരനായ ശ്രീരാമന്റെ വാക്ക് കേട്ട് ധേനുക കാനനം, ധേനുക കാനനത്തിലേക്ക്, ധേനുകാസുരന്റെ വാസസ്ഥാനമായതുകൊണ്ട് ആ സ്ഥലത്തിന് ധേനുക കാനനം എന്ന് പേര്. ശരിക്കത് കരിമ്പനത്തോപ്പാണ്. പക്ഷെ ധേനുക കാനനം, ആ ധേനുക കാനനത്തിലേക്ക് മോദാത്, സന്തോഷത്തോടു കൂടി അഗാഹ, അങ്ങ് പ്രവേശിച്ചു, ചെന്നു എന്നർത്ഥം. അഗാഹ എന്ന് ധാതുവിന്റെ ലുങ്ങാണ്. അഗാധ അഗാധാമഗുഹു അഗാഹ, ത്വം അഗാഹ, അങ്ങ് പോയി. എവിടേക്ക് പോയി? ധേനുക കാനനം അഗാഹ. എങ്ങനെ പോയി? മോദാത് അഗാഹ. എന്താ കാരണം? ശ്രീദാമദാമ്ര സ്വസഖസ്യ വാച. കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, അവിടെ ധാരാളം കരിമ്പനങ്ങൾ, പഴങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കണ്ടേന്ന് ചോദിച്ചു. ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ രാമനോടൊപ്പം ആ കാട്ടിനുള്ളിൽ രാമനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ ആ ധേനുക കാനനത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിച്ചു. ഇതാണ് അർത്ഥം. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ സുഖേന ചരൻ. ഹേ ഗുരുവായൂരപ്പ, ത്വം എന്ന് പറയണ അങ്ങ് ശ്രീദാമദാംനഃ സ്വസഖസ്യ വാച ധേനുക കാനനം മോദാത് അഗാഹ. എന്താണ് ഇവിടെ പറഞ്ഞു? വനാന്തേ വനശ്രിയം വീക്ഷ്യ എന്ന് പറഞ്ഞു. നമ്മൾ 49ാമത്തെ ദശകം പഠിച്ചപ്പോ പറഞ്ഞു വനശ്രിയം വര്യകലോകദാഹ. അങ്ങ് ആ വനശ്രീയെ നന്നായി നോക്കിക്കണ്ട് നടന്നതാണെന്ന് പറഞ്ഞു. കാട്ടിലുള്ള കുയിലിനെയും മയിലിനെയും വൃക്ഷങ്ങളെയും പഴങ്ങളെയും അരുവികളെയും നദികളെയും ഒക്കെ കണ്ടോണ്ട് പോവുകയാണ്. ആ വനശ്രീ കണ്ടുപോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ വീണ്ടും അതിന്റെ ഭംഗി ആസ്വദിച്ച്, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാണ് രാമന്റെ ഒപ്പം. അങ്ങനെയുള്ള അങ്ങാണ് ശ്രീരാമൻ പറഞ്ഞത് കേട്ടപ്പോൾ ധേനുക കാനനത്തിലേക്ക് പ്രവേശിച്ചത്. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ സുഖേന ചരന് ത്വം ശ്രീദാമദാമ്നഃ സ്വസഖസ്യ വാച ധേനുക കാനനം മോദാത് അഗാഹ. അടുത്ത ശ്ലോകത്തിലും ഇതുപോലെ ഒരേ പദത്തിന് രണ്ടർത്ഥം നോക്കാട്ടോ. ഉത്താലദാലീ നിവഹേത്വദുക്ത്യാ ബലേന ദൂദേധബലേന ദൗർഭ്യാം മൃദുഃകരശ്ചഭ്യപദത് പുരസ്താത് ഫലോത്കരോ ധേനുകദാനവോപി. ഉത്താലദാലീ നിവഹേ ത്വദുക്ത്യാ ബലേന ധൂതേ അധ
ബലേന ദോർഭ്യാം മൃദുഹു ഖരഃ ച അഭ്യപതത് പുരസ്താദ് ഫലോത്കരഃ ധേനുകദാനവഃ അഭി. ഇതാണ് പദങ്ങൾ. എന്താണ്? ത്വദുക്ത്യ. ഗുരുവായൂരപ്പ അങ്ങ് പറഞ്ഞത് കേട്ടിട്ട് ബലേന ബലരാമനാൽ ഉത്താലകാലീനിവഹേ അത്യുന്നതമാണ്. പന പോലെ വളർന്നു നമ്മൾ പറയാറില്ലേ? നല്ല ഹൈറ്റിലേ നിൽക്കുള്ളൂ പനമരങ്ങള്. അപ്പൊ പറയാണ് അത്യുന്നതങ്ങളായ ഉത്താലകാലീനിവഹേ, അത്യുന്നതങ്ങളായ ആ കരിമ്പന മരങ്ങളെ മുഴുവൻ ദോർഭ്യാം രണ്ട് കൈകളെ കൊണ്ട് എങ്ങനെ കുലുക്കി? ബലേന ദൂതേ ഊക്കായിട്ട് കുലുക്കി. ആദ്യത്തെ ബലേന എന്ന് പറഞ്ഞപ്പോ ബലരാമനാൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബലേന എന്ന് പറഞ്ഞു ഊക്കോടെ എന്ന് പറഞ്ഞു. ഒരേ വാക്കാണ് കേട്ടോ. ഒരിടത്ത് ബലേന എന്ന് പറയുമ്പോ വിത്ത് ബലരാമേന, ബലരാമനാൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബലേന എന്ന് പറഞ്ഞ ബലം കൊണ്ട മട്ടൻ, ശക്തിയോടുകൂടി എന്നുള്ള അർത്ഥത്തിൽ എടുത്തു. എന്ത് ചെയ്തു? ധൂതേ, അങ്ങോട്ട് ആകെ ഒരു കുലുക്കു കുലുക്കി. ബലരാമൻ ആ കരിമ്പന മരങ്ങളെ ഊക്കോടെ ഒന്ന് കുലുക്കി. കുലുക്കിയപ്പോഴെന്ത് ചെയ്യുന്നു? അധ, അപ്പോൾ മൃദുഹു ഖരഹാച, രണ്ട് തരത്തിലാ മൃദുഹു, ഇളനീർ പാകത്തില് സോഫ്റ്റ് ആയിട്ടുള്ള പനകൾ വീണു, പനക്കായകൾ വീണു. അതേ സമയത്ത് ഖരഹ, മൂത്ത് പഴുത്തവയും വീണു. അവിടെ ഖരഹ എന്നുള്ള വാക്കിനർത്ഥം മൂത്ത് പഴുത്ത റഫായി കഴിഞ്ഞു, അതെടുത്ത് തിന്നാൻ പറ്റില്ല, ചകിരി പോലെ ആയി കഴിഞ്ഞു. അങ്ങനെയുള്ളതും വീണു, മൃദുവായിട്ടുള്ളതും വീണു. ഈ കുലുക്കിയപ്പോഴ് മരത്തിൽ നിന്നുള്ളത് ഇളസുകളും വീണു, മൂത്തതും വീണു എന്നർത്ഥം. അങ്ങനെ മൃദുഹു ഖരഹാച, അത് എത്രയാണ്? ഫലോത്കരഹ, പനം തേങ്ങകളാണ് അവയൊക്കെ, പനങ്കായകള്. അത് പുരസ്താദ് അഭ്യപത്, തുരു തുരു തുരേന്ന് മുമ്പിൽ വീണു. ഇത് ചില അന്വയിക്കുമ്പോ ചിലര് മൃദുഹു ഖരഹ എന്നുള്ളതിനെ മൃദുഹു ഫലോത്കരഹ ഖരഹ ധേനുകഹ എന്ന് പറഞ്ഞ് തിരിച്ചു പറയും. പക്ഷെ നമുക്കിവിടെ വീഴുമ്പോ മൃദു മാത്രം വീഴുവോ? മരം കുലുക്കുമ്പോ മൃദുവായുള്ളത് മാത്രം വീഴുവോ? മൂത്തുപഴുത്തതും വീഴുവല്ലോ. അപ്പൊ അത് മൃദു കരസ അഭ്യപതാണ് ഭംഗി. രണ്ടും അങ്ങോട്ട് നിറച്ചു വീണു. ഇവിടെ എന്ത് ചെയ്തു? അവന് അതേ വിശേഷണം കൊടുത്തു. മൃദുഹു ഖരഹാച ധേനുകദാനവഃ. മൃദുഹു എന്നുള്ളതിന് ദുർബലനായി, ശക്തി കുറഞ്ഞു. അങ്ങനെയുള്ള കാലോണ്ട് പിടിച്ച് ചുഴറ്റുകയാണല്ലോ. ആ സമയത്ത് എങ്ങനെ? ഇവിടെ മൃദുഹു ഖരഹാച എന്ന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഖരൻ എന്ന് പറഞ്ഞാൽ കഴുത എന്നർത്ഥം. ഈ ധേനുക അസുരൻ കഴുതയുടെ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മോളില് ഖരഹ എന്നുള്ള വാക്കിന് മൂത്ത് തെറിച്ചത് എന്നർത്ഥം പറഞ്ഞു, സോഫ്റ്റ് അല്ലാത്തത് എന്നർത്ഥം. രണ്ടാമത്തെ ഖരഹ എന്ന് പറഞ്ഞപ്പോ സാക്ഷാൽ കഴുത എന്നർത്ഥം പറഞ്ഞു. കണ്ടാ? അപ്പൊ ഈ ധേനുക ദാനവൻ എന്ത് ചെയ്തു? പുരസ്താദഭ്യപത്, അവനും നിലത്തു വീണു എന്നാണ്. അതായത് ദുർബലനും കഴുതയുടെ ശരീരമുള്ളതുമായ ധേനുകാസുരനും ഇവരുടെ മുമ്പിലേക്ക് പുരസ്താദഭ്യപത്, ഇവരുടെ മുമ്പിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വീണു. കഴുതയുടെ രൂപത്തില് ധേനുകാസുരൻ ഇവരുടെ മുമ്പിലേക്ക് ചാടി വീണു. അതുകൊണ്ടാണ് ചിലര് മൃദുഹു പഴങ്ങളെയും പറഞ്ഞ് ഖരനായ ധേനുകൻ എന്നും പിരിക്കാറുണ്ട്. പക്ഷെ മരങ്ങളില് കുലുക്കുമ്പോ രണ്ടും ഒന്നിച്ചു വീഴും. അതുകൊണ്ട് മൃദുക്കരസാന്ന് ഒന്നിച്ചെടുത്താ നല്ലത്. ഇവിടെ ഖരരൂപത്തിലുള്ളതായ ധേനുകൻ ഇവരുടെ മുമ്പില് ചാടി വീണു. ഇടക്കരൻ എന്ന് പറഞ്ഞാൽ കഴുത. അപ്പോ ത്വദുക്ത്യ ബലേന ഉത്താലനാലീനിവഹേ ദോർഭ്യാം ബലേന ധൂതേ അധ മൃദുഹു ഖരഹാച ഫലോത്കരഃ പുരസ്താദ് അഭ്യപതത് ഖരഹ ധേനുകദാനവഃ അഭി എന്ന് പറഞ്ഞ പുരസ്താദ് അഭ്യപതത്, അവനും മുമ്പിൽ വന്നു വീണു. അവൻ തന്റെ മരങ്ങളൊക്കെ കിളിക്കുന്നത് കണ്ടപ്പോൾ, അതിൽ നിന്നൊക്കെ പഴങ്ങൾ വീഴുന്നത് കണ്ടപ്പോൾ കോപിഷ്ഠനായിട്ട് ഒരു കഴുതയുടെ രൂപത്തിൽ ഇവരുടെ മുമ്പിലേക്ക് ചാടി വീണു. ധേനുകാസുരൻ എന്നാണ് പേര്, പക്ഷെ കഴുതയുടെയാണ് രൂപം. കഴുത രൂപത്തിൽ ഇവിടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു.
ഹേ ഗുരുവായൂരപ്പ, അങ്ങ് പറഞ്ഞിട്ടാണ് ബലരാമൻ അതിഉയരത്തിൽ നിൽക്കുന്നതായ കരിമ്പന മരങ്ങളെ കൈകൾ കൊണ്ട് അങ്ങോട്ട് ദോർബ്യാന്ന് പറഞ്ഞ് 2 കൈകളെ കൊണ്ട് ഊക്കോടെ പിടിച്ചു കുലുക്കിയപ്പോൾ അതിൽ നിന്നും മൃദുവായിട്ടുള്ളതും പൂത്തുപഴുത്തതുമായ പഴങ്ങളെല്ലാം താഴത്തേക്ക് വീണു. ദുർബലനായ ആ കഴുതയുടെ രൂപത്തിലുള്ള ധേനുകനും അങ്ങയുടെ മുമ്പിലേക്ക് ചാടി വീണു. ഇതാണ് അർത്ഥം. ത്വദുക്ത്യ ബലേന ഉത്താലതാലീനിവഹേ ദോർഭ്യാം ബലേന ധൂതേ അധ. ബലേന ധൂതേന്ന് സതിസപ്തമിയായിട്ട് പറഞ്ഞു. അധ മൃദുഃകരശ്ച ഫലോത്കരഃ പുരസ്താദ് അഭ്യപദ. തുരു തുരു തുരേന്ന് പഴങ്ങൾ വീണു. മൃദുഹു കരഃ ച ധേനുക ദാനവഃ അഭി ബ്രാക്കറ്റിലെ പുരസ്താദ് അഭ്യപദ. ആ ധേനുകദാനവനും ഒരു കഴുതയുടെ രൂപയിൽ ഇവരുടെ മുമ്പിലേക്ക് ചാടി വീണു. ഉത്താലതാലീ നിവഹേ ത്വദുക്ത്യാ ബലേന ദൂതേധ ബലേന ദോർഭ്യാം മൃദുഃകരശ്ചഭ്യപദത് പുരസ്താദ് ഫലോത്കരോ ധേനുകദാനവോഭി. ആദ്യത്തേതിലെ ബലേനാന്ന് 2 പ്രാവശ്യം പ്രയോഗിച്ചു. ഒരു ബലേനാന്ന് ബലരാമന് പറഞ്ഞു, മറ്റൊരു ബലേനാന്നുള്ളത് ശക്തിയായിട്ടുള്ളത് എന്ന് പറഞ്ഞു, ഊക്കോടെ എന്ന് പറയാൻ പറഞ്ഞു. രണ്ടാമത് കരഹാന്ന് 1 പ്രാവശ്യം പ്രയോഗിച്ചുള്ളൂ. അത് 2നും യോജിച്ചു. എന്തിന്? ധേനുകദാനവനും യോജിച്ചു, പഴങ്ങൾക്കും യോജിച്ചു. ഇനി അടുത്ത ശ്ലോകം പറയുന്നു, നോക്കും. ഭഗവാൻ ധേനുകനെ കൊന്നില്ല. ധേനുകനെ കൊല്ലാൻ ബലരാമനെ ഏൽപ്പിച്ചു അത്രേ. എന്നാണ് ബലരാമനാണ് ധേനുകനെ കൊല്ലുക. പക്ഷേ ഇവിടെ അതിനെ മനോഹരമായിട്ട് ഉത്പ്രേക്ഷിച്ചുകൊണ്ട് പറയാണ് നമ്മുടെ ഭട്ടതിരിപ്പാട്. സമുദ്യതോ ധേനുകപാലനേഹം കദംബദം ദൈനുകമദ്യ പൂർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗകയോദ്ധാരമജീഖദസ്ത്വം. സമുദ്യതഃ ദൈനുകപാലനേ അഹം കഥം വധം ദൈനുകം അദ്യ പൂർവേ ഇതി ഇവ മത്വാ ധ്രുവം അഗ്രജേന സുരൗഘയോദ്ധാരം അജീഖദഃ ത്വം. അദ്യ ദൈനുകപാലനേ സമുദ്യതഃ. ഇന്ന് ഞാൻ പൈക്കടാങ്ങളെയും രക്ഷിക്കുന്നത് വിട്ട് പൈക്കളെ രക്ഷിക്കാൻ നിയുക്തനായി തീർന്നിരിക്കുകയാണ്. അല്ലെ? പശുക്കളെ രക്ഷിക്കാൻ ദൈനുകപാലനേ. ദൈനുകപാലനത്തിലാണ് ഞാനിപ്പോൾ എങ്ങനെ സമുദ്യത ഇഷ്ടത്തോടുകൂടി ലോലുപനായിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്. പശുക്കളെ കാത്തു രക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിയിൽ ഞാൻ മുഴുകിയിരിക്കുക. അങ്ങനെയുള്ള ഞാൻ ദൈനുകം വധം കഥം കുറുവേ. ഒരു ദൈനുകനെ എങ്ങനെ കൊല്ലും? ഇവിടെ ദൈനുകൻ എന്ന് പറയുന്നത് ധേനുകാസുരൻ. ആ ധേനുകാസുരൻ കഴുതപടുവാണ്. പക്ഷേ ആ ധേനുകാസുരനെ ഞാനിപ്പോ എങ്ങനെ കൊല്ലും? കാരണം പശുക്കളെ രക്ഷിച്ചു കൊള്ളാമെന്ന് ഏറ്റവനായി ഞാൻ ആ നാമധേയത്തിലുള്ള ദൈനുകനായ ഈ അസുരനെ കഥം എങ്ങനെ ഞാൻ വധം കുറുവേ, എങ്ങനെ ഞാൻ കൊല്ലും? ഇതി മത്വായിവ എന്ന് വിചാരിച്ചിട്ടെന്ന പോലെ, എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ ഗുരുവായൂരപ്പ അങ്ങ് അഗ്രജേന ജ്യേഷ്ഠനെ കൊണ്ട് ധ്രുവം തീർച്ചയായിട്ടും സുരൗഘയോദ്ധാരം. സുരന്മാര്, ദേവന്മാര്, ഓഘം കൂട്ടം, സുരൗഘം ദേവസമൂഹം, അതിനോട് യോദ്ധാരം. ദേവസമൂഹങ്ങളെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ചു വരുന്നവനായ ആ ദൈനുകനെ അജീഖദഃ കൊല്ലിച്ചു. ഇന്ന് അങ്ങ് ജ്യേഷ്ഠനെ കൊണ്ട് ദൈനുകനെ കൊല്ലിക്കാൻ കാരണം എനിക്ക് മനസ്സിലായിട്ടോ എന്റെ സീക്രട്ട് എന്നാണ് പറയുന്നത് നാരായണ ഭട്ടതിരി. പശുക്കളെ മയ്ക്കാൻ ഏൽപ്പിച്ച ഞാൻ ദൈനുകനെ എങ്ങനെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങ് ജ്യേഷ്ഠനെ കൊണ്ട് ദൈനുകനെ കൊല്ലിച്ചതല്ലേ എന്ന് അങ്ങനെ ഉത്പ്രേക്ഷിച്ച് പറയാം. അത് ഭട്ടതിരിയുടെ മനോധർമ്മമായിട്ട് പറയാണ്. താൻ പശുക്കളെ രക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദൈനുകനെ കൊല്ലും, അതുകൊണ്ട് ജ്യേഷ്ഠൻ തന്നെ അവനെ കൊന്നോട്ടെ എന്ന് വിചാരിച്ച് ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചതല്ലേ ഗുരുവായൂരപ്പ എന്നിട്ടിരുന്ന് ചിരിക്കണില്ലേ എന്ന് ഗുരുവായൂരപ്പനോട് നേരിട്ട് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്. എങ്ങനെയാണ്? ആദ്യ ദൈനുകപാലനേ സമുദ്യതഃ അഹം ദൈനുകം വധം കഥം
കുർവേ ഇതി മത്വാ ഇവ ത്വം അഗ്രജേന ധ്രുവം സുരൗഘയോദ്ധാരം അജീഘതഃ. ഇവിടെ കുർവേ, കുരുതേ, കുർവാദേ, കുർവതേ, കുരുഷേ, കുർവാധേ, കുരുദ്വേ, കുർവേ എന്ന ലട്ടം, ആത്മനേപതി ലട്ടം. ഞാൻ എങ്ങനെയാ പശുവിനെ കൊല്ലുക? ഇത് വിചാരിച്ചിട്ടാണല്ലോ. ദൈനുക പാലനം, ദൈനുകം എന്ന് പറഞ്ഞാൽ ധേനുവിനെ സംബന്ധിച്ചത് എന്നർത്ഥം. അതായത് പശുക്കളെ സംബന്ധിച്ചുള്ള പരിപാലനത്തിന് ഞാൻ നിയുക്തനാണ്. ദൈനുകമായ വധം ചെയ്തുവല്ലോ എന്ന് ആൾക്കാർ പറയില്ലേ? അല്ലെ, പശുക്കളെ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈനുകനെ കൊന്നു എന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങ് ജ്യേഷ്ഠനെ കൊണ്ട് ആ ദേവശത്രുവിനെ കൊല്ലിച്ചത് എന്ന്. അവിടെ ദൈനുകം എന്നുള്ള പദത്തിന് ധേനുകനെ സംബന്ധിച്ചത് എന്നൊരർത്ഥം, ധേനു സമൂഹത്തിന്റെ എന്ന് മറ്റൊരർത്ഥം. ഒരർത്ഥം ധേനുകനെ സംബന്ധിച്ച പദം, ധേനുകന്റെ പദം. രണ്ടാമത്തത് പശു സമൂഹത്തിന്റെ പാലനം, രക്ഷണം. അപ്പൊ ഒരേ ദൈനുക ശബ്ദത്തിന് രണ്ടർത്ഥം. ഒരർത്ഥത്തില് ധേനുക സംബന്ധിതം, രണ്ടാമത്തെ അർത്ഥത്തില് ധേനുക സമൂഹം. ഞാൻ ധേനുക സമൂഹത്തിന് നിയുക്തനായ ഞാൻ ദൈനികനെ സംബന്ധിച്ച വധം എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചിട്ടല്ലേ ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചത് എന്ന് ഇവിടെ ഊഹിച്ചെടുത്തിരിക്കുകയാണ്. അദ്യ ദൈനുക പാലനെ സമുദ്യതഹാഹം. ഇവിടെ ദൈനുക പാലനം എന്ന് പറഞ്ഞാൽ ധേനു സമൂഹ പാലനം. ഇനി ദൈനുകം പദം, ധേനുവിനെ സംബന്ധിച്ച, ദൈനുകനെ സംബന്ധിച്ച പദം. കഥം കുർവേ ഇതി മത്വാ ഇവ അദ്യ ദൈനുക പാലനെ സമുദ്യതഃ അഹം ദൈനുകം പദം കഥം കുർവേ ഇതി മത്വാ ഇവ ത്വം അഗ്രജേന ധ്രുവം സുരൗഘയോദ്ധാരം അജീഘതഃ. അങ്ങനെ ധേനുകാസുരനെ കൊന്ന ഉടനെ ധേനുകാസുരന്റെ കൂട്ടുകാരൊക്കെ കുറുക്കന്മാരായിട്ട് ഓടി വന്നു അത്രേ. കേട്ടോ? തദീയ ഭൃത്യാനഭിജംബുകത്വേനോപാഗദാനഗ്രജ സംയുതസ്ത്വം ജംബൂബലാനീവ തദാ നിരാസ്തഃ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. ഇതിലെ എന്തൊക്കെ രസമായിട്ടുള്ള വാക്കുകളാ നോക്കിക്കോളൂ കേട്ടോ. തദീയ ഭൃത്യാൻ അഭി ജംബുകത്വേന ഉപാഗദാൻ അഗ്രജ സംയുതഃ ത്വം ജംബൂഫലാനി ഇവ തദാ നിരാസ്തഃ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. നിരാസ്തഃ തന്നെ രണ്ടർത്ഥത്തിൽ പറഞ്ഞു. നോക്കിക്കോളൂ. തദീയ ജംബുകത്വേന ഉപാഗതാൻ തദീയ ഭൃത്യാനവി. തദീയ ഭൃത്യാൻ, ആ ദേനുകന്റെ ഭൃത്യന്മാര് അവരെങ്ങനെയാ വന്നത്? ജംബുകത്വേന, കുറുക്കന്റെ വേഷം ധരിച്ചാ വന്നത്. ഉപാഗതാൻ, തന്റെ അടുത്തേക്ക് വന്നു. ജംബുകൻ, ക്രോഷ്ട, വഞ്ചക എന്ന് പര്യായാണ്. കുറുക്കൻ എന്നർത്ഥം. അപ്പോ കുറുക്കന്റെ വേഷം കൊണ്ട് ആ ദൈനികന്റെ ഭൃത്യന്മാർ വന്നപ്പോൾ അഗ്രജ സംയുതത്വം, ജ്യേഷ്ഠനോടുകൂടി ചേർന്നല്ലയോ ഭഗവാനെ അങ്ങ്. തഥാ നിരാസ്ത, ഭഗവാൻ എന്തിനോടെങ്കിലും ആസ്ഥയുണ്ടോ? എന്തിനോടെങ്കിലും ആസ്ഥയുണ്ടോ? നിരാസ്തനാണ്. ഒന്നിലും ആശയില്ലാത്ത ഭഗവാൻ, ഒന്നിനോടും ആസ്ഥയില്ലാതെ, അതിനുവേണ്ടി വലിയ പാടൊന്നും പെടാതെ വളരെ ലീലയായിട്ട് നിരാസ്തനായിട്ട്, ചെയ്യണല്ലോ എന്നുള്ള ഒരു വിചാരമൊന്നുമില്ല, വെറുതെ ഈസി ആയിട്ട് നിരാസ്തനായിട്ട് ലാഘവത്തോടു കൂടി കളിയായിട്ട് ഖേലന്നെ കളിച്ചു. നിരാസ്തനായിട്ട് കളിച്ചു. ജയിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ഫുൾ എഫർട്ട് കൊടുത്ത ആസക്തിയോടുകൂടിയുള്ള കളിയല്ല, ഈസി മെത്തേഡിൽ നിരാസ്തക്കേലൻ, ഈസി മെത്തേഡിന് തട്ടിത്തെറിപ്പിക്കണ പോലെ ഈ ജംബുകത്വേന ഉപാഗതാൻ ദൈനുക വൃത്യാൻ, കുറുക്കന്റെ വേഷം കൊണ്ട് വന്നതായ ആ ദൈനുകന്റെ ഭൃത്യന്മാരെ മുഴുവൻ എന്ത് ചെയ്തു? ജംബൂഫലാനി ഇവ. ജംബൂഫലങ്ങളെ വീഴ്ത്താൻ എളുപ്പാ അല്ലെ? ഈ ഞാവൽപ്പഴം ഉണ്ടല്ലോ, അതിന്റെ ഞെട്ടിക്കൊന്നും ബലമില്ല, പെട്ടെന്ന് പെട്ടെന്ന് വീഴും. ആ ഞാവൽപ്പഴങ്ങളെ എന്നതുപോലെ താലേഷു നിരാസ്ത, കരിമ്പനകളിലേക്ക്
നിരാസ്തനായപ്പോ എറിഞ്ഞു കൊടുത്തു എന്നർത്ഥം. രണ്ട് നിരാസ്തഹ എന്ന് പ്രയോഗിച്ചു. ആദ്യത്തെ നിരാസ്തഹ എന്നുള്ളത് കർത്താവിനെ വിശേഷിപ്പിച്ച പദമായിട്ട് പറഞ്ഞു. ഖേലന് നിരാസ്തഹ, ഒരു എന്താണ് ജയിക്കണേ, ജയിച്ചു കിട്ടണേ എന്നുള്ള ആകാംക്ഷയൊന്നും ഇല്ലാതെ തന്നെ എന്നർത്ഥം. ഒരാസ്ഥയും വെക്കാതെ തന്നെ ഖേലന്, ഈസി ആയിട്ട്. രണ്ടാമത്തേത് നിരസ്യതി എന്നുള്ള വെർബിന്റെ ലുങ് ലകാരത്തിന്റെ മധ്യമപുരുഷൻ നിരാസ്തഹ, അങ്ങ് അവരെ എറിഞ്ഞു. എവിടേക്ക് എറിഞ്ഞു? താലേഷു നിരാസ്തഹ, ആ പനവൃക്ഷങ്ങളിലേക്ക് എറിഞ്ഞിട്ടു. പിന്നെയും പനങ്ങൾ വീണോട്ടെ. ധേനുകനെ കൊന്നപ്പോ പല പനവൃക്ഷങ്ങൾ കുറച്ച് വീണു, അത് ചാഞ്ഞു ചാഞ്ഞു വേറെയും വീണിട്ടുണ്ട്. ഇനിയും അവിടെ നിറച്ച് തലവനമല്ലേ, ധാരാളം പനങ്കായകളുണ്ട്. അപ്പൊ ഈ കൊന്നത് ഓരോന്നിനെയും എടുത്ത് ഓരോ വൃക്ഷത്തിന്റെ കൂട്ടിലേക്ക് എറിഞ്ഞു. അപ്പൊ വൃക്ഷം ഇങ്ങനെ ഇളകുമ്പോ അതിൽ നിന്നുള്ള പഴങ്ങൾ വീഴുമല്ലോ, അതിനു വേണ്ടി ചെയ്ത പരിപാടി. അപ്പൊ ഇവിടെ ജംബൂഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാവൽപ്പഴം എന്ന്. ജംബൂഫലാനി ഇവ എന്ന് പറഞ്ഞു. ഞാവൽപ്പഴങ്ങളെ എന്നതുപോലെ, ഞാവൽപ്പഴങ്ങൾക്ക് ഒരു പ്രയാസമില്ല, അതുപോലെ എടുത്തെടുത്ത് എറിഞ്ഞു അത്രയാരെ ഈ ജംബുകങ്ങളെ. എവിടേക്ക് എറിഞ്ഞു? താലേഷു, ആ പനമരങ്ങളിലേക്ക്. അപ്പൊ ജംബുകത്വേന ഉപാഗതാൻ തദീയ വൃത്യാൻ അഭി, കുറുക്കന്മാരായിട്ട് തന്റെ നേർക്ക് ഓടി വന്ന ആ ധേനുകാസുരന്റെ ഭൃത്യന്മാരെയും ഹേ ഭഗവന് ത്വം, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ്, അഗ്രജ സംയുത, ജ്യേഷ്ഠനോടുകൂടി ചേർന്ന് തഥാ നിരാസ്തക്കേലൻ, ഒരാസ്ഥയും ഇല്ലാതെ വളരെ ലാഘവത്തോടുകൂടി കളിച്ച് കളിയായിട്ട് ജംബൂഫലാനീവ, ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ താലേഷു, ആ കരിമ്പന കൂട്ടങ്ങളിലേക്ക് നിരാസ്തഹ എറിഞ്ഞു. ഒരു നിരാസ്തക്ക് ഒന്നിലും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതിന് വലിയ കാര്യം വലിയ ഫോഴ്സ് കൊടുക്കാണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ നിരാസ്ത ഫോഴ്സ് ആയിട്ട് എറിഞ്ഞു എന്നാ. അപ്പൊ ജംബുകത്വേന ഉപാഗതാൻ തദീയ വൃത്യാൻ അഭി ഭഗവന് ത്വം അഗ്രജ സംയുതഃ തദാ നിരാസ്തഃ ഖേലൻ. ഇതൊക്കെ ശ്രീകൃഷ്ണന്റെ വിശേഷണമായിട്ട്. നിരാസ്തഃ ഖേലന് ജംബൂഫലാനി ഇവ താലേഷു നിരാസ്തഃ എന്ന് ക്രിയ. ആദ്യത്തെ നിരാസ്തഃ എന്നുള്ളത് ശ്രീകൃഷ്ണന്റെ വിശേഷണം. രണ്ടാമത്തെ നിരാസ്തഃ, നിരാസ്തൗ നിരാസ്താഹ എന്ന് അകാരാന്ത ശബ്ദം. രണ്ടാമത്തെ നിരാസ്തഃ എന്നുള്ളത് നിരസ്യതി എന്നുള്ള ക്രിയയുടെ ലുങ് ലകാരത്തിലെ മധ്യമപുരുഷൻ ത്വം നിരാസ്തഃ, അങ്ങ് വലിച്ചെറിഞ്ഞു എന്നർത്ഥം. അപ്പൊ ജംബുകത്വേന ഉപാഗതാൻ തദീയ വൃത്യാൻ അഭി ഭഗവന് ത്വം അഗ്രജ സംയുതഃ തദാ നിരാസ്തഃ ഖേലൻ ജംബൂഫലാനി ഇവ താലേഷു നിരാസ്തഃ. അടുത്തതിൽ പറയാണ്. അപ്പൊ എന്തായി? അങ്ങനെ ജംബുകമായിട്ട് വന്നതിനെയൊക്കെ കൊന്നു. ഇത് കണ്ടപ്പോ വരുണന് ജംബുകൻ എന്നൊരു പേരുണ്ടത്ര. ആ വരുണൻ ആ പേരിനെ മറച്ചു. എങ്ങനെ മറച്ചു എന്ന് ചോദിച്ചാൽ ശ്രുതി പ്രസിദ്ധം വ്യതിദേതി മന്യേ എന്ന് പറയാണ്. നോക്കിക്കോളാം. വിനിഘ്നതി ത്വയ്യത ജംബുകൗകം സനാമഗത്വാദ് വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യതിദേതി മന്യേ. പദം പിരിക്കാം. വിനിഘ്നതി ത്വയി അധ ജംബുകൗഘം സനാമഗത്വാദ് വരുണഃ തദാനീം ഭയാകുലഃ ജംബുകനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിത ഇതി മന്യേ. അധ അനന്തരം ത്വയി ജംബുകൗഘം വിനിഘ്നതി സതി, അങ്ങ് കുറുക്കന്മാരെയൊക്കെ കൊന്നൊടുക്കിയില്ലേ. അപ്പോൾ ജംബുകൗഘം കുറുക്ക സമൂഹം, അതിനെ വിനിഘ്നതി ത്വയി അങ്ങ് ഖനിച്ചപ്പോൾ, എപ്പോഴാണോ അങ്ങ് ഈ കുറുക്കക്കൂട്ടത്തിനെ മുഴുവൻ വധിച്ചത് ആ സമയത്ത് സനാമകത്വാ, അതേ പേരാണല്ലോ തനിക്ക്.
എന്ന് വിചാരിച്ച വരുണൻ തദാനീം, അപ്പോൾ എനിക്കിങ്ങനെ ഒരു പേരുണ്ടല്ലോ എന്ന് വിചാരിച്ച വരുണൻ ഭയാകുലഹ, പേടിച്ചു. ഇനി തന്നെ എങ്ങാനും അസ്തമിപ്പിക്കുവോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ജംബുക നാമധേയം, തനിക്ക് ജംബുകൻ എന്നുള്ളൊരു പേരുണ്ടല്ലോ, ആ പേരിനെ ശ്രുതി പ്രസിദ്ധം വ്യതിത, വേദങ്ങളിൽ മാത്രം പ്രസ്താവിക്കപ്പെടട്ടെ എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു അത്രേ. ഇത് മന്യേ എന്ന് ഞാൻ കരുതുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയാം. അതായത് ഇനി ശ്രുതിയിൽ മാത്രം, വേദത്തിൽ മാത്രം എന്നെ ജംബുകെന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ എനിക്ക് ജംബുകെന്ന് പേര് വേണ്ട, പാശി വരുണനൊക്കെ ആയാ മതി, അത് അല്ലാതെ വേണ്ട അല്ലേ? അങ്ങനെ വിചാരിച്ചു അത്രയും. പ്രജേതസ് എന്നൊക്കെയാണ് പേര്, അങ്ങനെ വരും. അപ്പൊ വിനിഘ്നതി ത്വയി അധ ത്വയി ജംബുഗൗഗം വിനിഘ്നതി സതി, സതിസപ്തമിയാണ്. അനന്തരം അങ്ങ് ഈ ഉറുക്കക്കൂട്ടങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ സനാമകത്വ, ഈക്വൽ നാമത്തോട് കൂടിയ, സനാമകം അതേ പേരോട് കൂടിയ പേരിനെ കൊണ്ട് വരുണൻ തദാനീം ഭയാകുലഹ, ആ സമയത്ത് പരിഭ്രമിച്ച് ജംബുക നാമധേയം, തന്റെ ജംബുകം എന്ന പേരിനെ ശ്രുതി പ്രസിദ്ധം വ്യതിത, വേദങ്ങളിൽ മാത്രം പ്രസിദ്ധിയുള്ളതാക്കി തീർത്തു. ഇതി മന്യേ എന്ന് ഞാൻ കരുതുന്നു. വരുണന് ജംബുകന് പേരുണ്ട്, പക്ഷെ അത് വേദമന്ത്രത്തിൽ മാത്രമാണ് പ്രസിദ്ധം. ശ്രുതി പ്രസിദ്ധമാക്കി ചെയ്യൽ എന്നത് ലോകത്തിൽ നിന്നും മറച്ചു എന്നർത്ഥം. വെറും വേദത്തിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൊന്നും കാണില്ലല്ലോ. ആ രൂപത്തിലാക്കി എത്രേ വരുണൻ. എന്ത് കാരണം? അങ്ങ് ജംബുക കൂട്ടങ്ങളെ കൊന്നത് കണ്ട് പേടിച്ചിട്ട് തന്റെ ജംബുകൻ എന്നുള്ള പേരിനെ വേദങ്ങളിൽ മാത്രമാക്കി മറച്ചു. അധ ത്വയി ജംബുഗൗഖം വിനിഘ്നതി സനാമകത്വാത് വരുണഃ തദാനീം ദയാകുലഃ ജംബുകനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യതിത ഇതി മന്യേ. ഇത്രയുമായി 8ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമദ്യേരിസുരൈർനുദസ്ത്വം സത്യം ഫലം ജാതമിഹേദിഹാസി ബാലൈ സമം താലഫലാന്യഭുങ്ക്താഃ. ഇവിടെ എന്ത് ചെയ്തു? തവ അവതാരസ്യ ഫലം മുരാരേ സഞ്ജാതം അദ്യ ഇതി സുരൈഹി നുതഃ ത്വം ഹാസി ഇഹ ഫലം ജാതം സത്യം ഇതി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്ത. ബാലൈ സമം താലഫലാനി അഭുങ്ക്ത അല്ലെ? ഹേ മുരാരേ, മുരൻ എന്ന അസുരനെ കൊന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് മുരാരി എന്ന പേരുണ്ട്. ഹേ മുരാരേ എന്ന് സംബോധിക്കും. കവേ എന്നതുപോലെ ഇക്കാരാന്തമായതുകൊണ്ട്. തവ അവതാരസ്യ, അങ്ങയുടെ അവതാരത്തിന്റെ ഫലം തന്നെ അദ്യ സഞ്ജാതവിധി, ഇന്ന് സഞ്ജാതമായിരിക്കുന്നു. ഇതിനു മുൻപേ പൂതനെയും തൃണാവർത്തനെയൊക്കെ കൊന്നിട്ടുണ്ട്. എങ്കിലും ഇവര് പറയാണ്, അങ്ങയുടെ അവതാര ഫലം അസുര നിഗ്രഹമാണല്ലോ. അതിങ്ങടെ ഒരു ധേനുകാസുരനെ കൊന്ന് അവന്റെ കൂട്ടുകാരായ കുറെ അസുരന്മാരെ കൊന്ന് നടത്തിയിരിക്കുന്നു. മറ്റേതൊക്കെ ഓരോരുത്തരെ കൊന്നിട്ടുള്ളൂ. ഇത് ഒരാളെ അല്ല, കൂട്ടത്തോടെ കുറെ എണ്ണത്തിനെ കൊന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ അവതാര ഫലം ഇതാ നടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് സുരൈഹി നുദഃ, ദേവന്മാരാൽ നുദിക്കപ്പെട്ടു, സ്തുതിക്കപ്പെട്ടു. ദേവന്മാർ അങ്ങയെ സ്തുതിച്ചു. അപ്പൊ ത്വം ഹാസി, അന്ന് അങ്ങോട്ട് പുഞ്ചിരിച്ചു, ഹാസിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇഹ ഫലം ജാതം സത്യം, ഇവിടെ ഒരു ഫലമുണ്ടായത് സത്യമല്ലേന്ന് അങ്ങനെ പറഞ്ഞാ തിരിച്ചത്. എന്താണ് ഫലം? മോളിൽ അവര് പറയാണ് തവ അവതാരസ്യ ഫലം, അങ്ങയുടെ അവതാരത്തിന്റെ ഫലം ഇന്ന് ഞങ്ങൾ കണ്ടു എന്ന്. ഇവിടെ ഗുരുവായൂരപ്പൻ പറയാണ്, ഇന്ന് നിങ്ങൾ കുറെ താലഫലത്തിനെ കണ്ടില്ലേന്ന്, പനമ്പഴങ്ങളെ കണ്ടില്ലേന്ന്. അത് പറഞ്ഞാണ് ചിരിച്ചതത്രേ. അവര് പറഞ്ഞു അവതാരസ്യ ഫലം. ഇവിടെ പറയാണ് ഫലം
ഉണ്ടായി, ഇവിടെ താലബലമുണ്ടായി എന്നത് സത്യം. അപ്പോഴും അത് അസുര നിഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞില്ല അത്രേ. നിങ്ങൾ ഫലം കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഫലം ഉണ്ടായല്ലോ എന്ന്. അവിടെ ഫലം കണ്ടു എന്ന് പറഞ്ഞത് അവതാരത്തിന്റെ ഫലം, ശത്രു സംഹാരം എന്ന ഫലം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ സ്തുതിച്ചപ്പോൾ ഇവിടെ ധാരാളം താലബലങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ എന്ന് ചിരിച്ചു പറഞ്ഞു അത്രേ ഭഗവാൻ. എന്നിട്ട് ഇതി ബാലൈഹി സമം, എന്നിട്ട് എല്ലാവരും കാണേ ആ കുട്ടികളോടൊപ്പം താലബലാനി അഭുക്ത, ആ കരിമ്പന പഴങ്ങൾ എടുത്ത് തിന്നു അത്രേ ഭഗവാൻ. ആ പഴമുണ്ട്, സത്യമാ, പഴം ഫലം കണ്ടു, ഫലം കണ്ടില്ലേ എന്ന് പറഞ്ഞ് തിന്നു അത്രേ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ആ ഫലത്തിനെ ഭക്ഷിച്ചു എന്ന്. ആ ഫലത്തിനെ ഇവിടെ രണ്ടായി പറഞ്ഞു. അവര് ഫലം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജീവിത ഉദ്ദേശം നടന്നു എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ശരിക്കും ഫലം തന്നെ ഉണ്ടായി, ഇതാ കണ്ടില്ലേ ഞാൻ തിന്നണത് എന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം തിന്നു പരിച്ചിരിച്ചുകൊണ്ട്. ഭഗവാൻ പറഞ്ഞത് ഫലം തന്നെയാണ്, അവതാര ഫലം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് കളിയായിട്ട് പറഞ്ഞു, ആ ഫലം കണ്ടത് സത്യം തന്നെയാണ്, പഴങ്ങൾ കണ്ടില്ലേ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പഴമെടുത്ത് ഭക്ഷിച്ചു അത്രേ കൂട്ടുകാരോടൊപ്പം. ഹേ മുരാരേ തവ അവതാരസ്യ ഫലം അദ്യ സഞ്ജാതമിതി സുരൈനുദഹാത്വം, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് ഹാസി ചിരിച്ചുകൊണ്ട് ഇഹ ഫലം ജാതം സത്യം, ഇവിടെ പഴങ്ങളിതാ വീണിരിക്കുന്നു സത്യം, ഇതി ബാലൈ സമം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരോടൊപ്പം താലഫലാനി ആ കരിമ്പന പഴങ്ങളെ അഭുങ്ക്താഹ ഭക്ഷിച്ചു, തിന്നു എന്നർത്ഥം. അപ്പോ ഹേ മുരാരേ തവ അവതാരസ്യ ഫലം അദ്യ സഞ്ജാതം ഇതി സുരൈഹി നുതഃ ത്വം ഹാസി ഇഹ ഫലം ജാതം സത്യം ഇതി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്താഹ. ഇനി അടുത്ത പറയണേ എങ്ങനെയുള്ള പഴങ്ങളാണ്. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരവൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ചതൃപ്തൈർഭവനം ഫലൗകം വഹദ്വിരാഗാഃ ഖലു ബാലകൈസ്ത്വം. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരവൃന്തി ഭുക്ത്വാ തൃപ്തൈഹി ച തൃപ്തൈഹി ഭവനം ഫലൗകം ബഹദ്ഭിഃ ആഗാഃ ഖലു ബാലകൈഹി ത്വം. എങ്ങനെയുള്ള പഴങ്ങളാണ്? ഫലാനി ഭുക്ത്വാ, പഴങ്ങളെ ഭക്ഷിച്ചു. താനി ഫലാനി, ആ പഴങ്ങളെ ഭക്ഷിച്ചു. എങ്ങനെയുള്ള പഴങ്ങൾ? ബൃഹന്തി, വലുപ്പമുള്ള പഴങ്ങള്. ആ വലുപ്പമുള്ളത് എങ്ങനെയുണ്ടത്? മധുദ്രവസൃന്തി, മധു എന്ന് പറഞ്ഞാല് തേന്, അതിലെ ദ്രവം എന്ന് പറഞ്ഞാൽ തേൻ ചാറ്, തേനൊലിക്കുന്ന പോലുള്ള പഴങ്ങള്, അതിനെയാണ് തിന്നത്. അതെങ്ങനെയുള്ളത്? മധുദ്രവ ശൃന്തി പോരാ, ശ്രുതി ശൃണ്ടി എന്ന് തകാരന്റെ നപുംസകലിംഗം. അപ്പൊ അതിന്റെ ബഹുവചനം. അപ്പൊ പറയണേ മധുദ്രവ ശൃന്തി ഫലാനി, ഇങ്ങനെ തേനൂലുന്ന പഴങ്ങള്, ബൃഹന്തി വലുപ്പമുള്ളവയുമാണ്. പോരാ, മേധോപരവൃന്തി, മേധസ് എന്ന് പറഞ്ഞാൽ ചത, കഴമ്പ്, പഴങ്ങളില് കഴമ്പ് എന്ന് പറയില്ലേ, നല്ല കഴമ്പുള്ളതായ മേധോപര വൃന്തി, കഴമ്പ് നിറഞ്ഞിട്ടുള്ളതുമായ, മേധോപരത്തെ വഹിക്കുന്നതുമായ, ബൃഹൃതി വൃന്തി തന്നെ ഭരിക്കുന്നത്, ബൃഹദി ബൃഹന്തി വലുത്, ഫലാനി ഫലങ്ങളുടെ വിശേഷമായതുകൊണ്ട് ഇതൊക്കെ നപുംസകലിംഗത്തിൽ ഉപയോഗിച്ചു. എന്താണ്? മേധോപര വൃന്തി, മധുദ്രവസൃന്തി, ബൃഹന്തി, ഫലാനി. ഈ പഴങ്ങളെ ഭുക്ത്വാ തിന്നു. തിന്നിട്ട് തൃപ്തരായി, മതിയായി, ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ തേനോലുന്ന പഴം തിന്നപ്പോ തൃപ്തരായി. ഒപ്പം തൃപ്തർ എന്ന് പറഞ്ഞാൽ ദർപ്പമുള്ളവർ തൃപ്തർ, അഹങ്കാരികളായി, അഭിമാനികളായി. എന്താണ് അവർക്ക് അഭിമാനത്തിന് കാരണം? അവർക്ക് അഭിമാനത്തിന് കാരണം ധേനുകാസുരനെയും കൂട്ടരെയും കൊന്നതുകൊണ്ടുള്ള അഭിമാനം. അതുകൊണ്ടല്ലേ അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് അവർക്ക് അഭിമാനം, അഹങ്കാരം. അങ്ങനെ അഹങ്കരിക്കുന്നവരുമായിട്ട് പോരാ, ഫലൗകം വഹദ്ഭിഃ, ഓരോ കയ്യിലുള്ള
പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തായിരിക്കും സന്തോഷം? തൃപ്തിയായി. ധേനുകാസുരനെയും കൂട്ടരെ കൊണ്ടത് അഭിമാനികളായി. വീട്ടിലേക്ക് നിറച്ചു പഴം കൊണ്ടുപോകാൻ സാധിച്ചത് കൊണ്ട് അങ്ങനെ സന്തോഷഭരിതരായ ബാലകൈഹി, ബാലകന്മാരോടൊപ്പം ത്വം ഭവനമാഗാഹ ഖലു, അങ്ങും സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നുവല്ലോ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയണം. ധേനുകാസുരനെയും കൂട്ടരെയും കൊള്ളത് കൊണ്ട് അഹങ്കാര, അഭിമാനം, ധാരാളം പഴം നിന്നത് കൊണ്ട് തൃപ്തി, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ട് അതിനെയും വഹിച്ചുകൊണ്ടുള്ള ബാലകന്മാര്. ഇവരോടൊപ്പം അങ്ങും ഇഷ്ടം പോലെ നല്ല കഴമ്പുള്ള തേനൂറുന്ന വലിയ പഴങ്ങളെ ഭക്ഷിച്ച് തൃപ്തരായിട്ട് പഴങ്ങളും കെട്ടുകെട്ടായി എടുത്തുകൊണ്ട് ആ ബാലകന്മാരോടൊപ്പം അങ്ങും സ്വന്തം ഗൃഹത്തിലേക്ക് വന്നു എന്ന്, മടങ്ങി എന്ന് പറയാൻ. ആഗാഹ ഖലു എന്നാ പറഞ്ഞത്, മടങ്ങി വന്നുവല്ലോ ഗുരുവായൂരപ്പ എന്ന്. ഇവിടെ വഹ് എന്നുള്ള ധാതു എങ്ങനെയാണ് വെച്ചാൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തില്ല, വഹദ്ബിഹി കൊണ്ടുപോകപ്പെടുന്നവരായിട്ട്. അതുകൊണ്ടാണ് അവിടെ രണ്ടെണ്ണം. ഫലൗകം വഹദ്ബിഹി ബാലകൈസ്ത്വം ഭവനമാഗാഹ, അതുകൊണ്ടാണ് ഭവനം എന്നും പറഞ്ഞത്. ഇനി നോക്കിക്കോളോ. മേധോപരവൃന്തി മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി ഭുക്ത്വാ തൃപ്തൈഹി ഫലൗകം വഹദ്ഭിഹി ബാലകൈഹി ത്വം ഭവനം ആഗാഹ ഖലു. ഒരിക്കൽ കൂടെ. മേധോപരവൃന്തി, ഇതൊക്കെ ഫലത്തിന്റെ വിശേഷണമായതുകൊണ്ട് നപുംസലിംഗം തന്നെ കേട്ടോ. മേധോപരവൃന്തി മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി ഭുക്ത്വാ തൃപ്തൈഹി ഫലൗകം വഹദ്ഭിഹി ബാലകൈഹി സഹാനർത്ഥം. ത്വം ഭവനമാഗാഹ ഖലു. ധാരാളം കഴമ്പുള്ള തേനോലുന്ന പഴങ്ങളൊക്കെ തിന്ന് തൃപ്തരായി, ധേനുകാസുരനെയും കൂട്ടരെയും കൊന്നതുകൊണ്ട് തൃപ്തരായി, കുറെ പഴങ്ങളും കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളോടൊപ്പം അങ്ങും ഗൃഹത്തിലേക്ക് തിരിച്ചുവല്ലോ എന്നാണ് അർത്ഥം. എന്ത് ചെയ്തു? വീട്ടിലേക്ക് വന്ന കുട്ടികൾ പറയാണ് എല്ലാവരും എന്തി ഹതോ ഹതോ ധേനുകൈത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഹി ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത് ഹതഃ ഹതഃ ധേനുകഃ ഇതി ഉപേത്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഹി ജയ ഇതി ജീവ ഇതി നുതഃ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗ. ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. മരുത്പുരാധീശ്വര രോഗാത് മാം പാഹി, അല്ലയോ ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്തൊക്കെയാണ് സംഭവം? ധേനുകഃ ഹതഃ ഹതഃ ഇതി, ധേനുകനെ കൊന്നു, ധേനുകൻ കൊല്ലപ്പെട്ടു എന്നാണ്. ഹതഃ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ് മതിയാവാത്തതുകൊണ്ട് രണ്ടാമത് ഹതഃ പറഞ്ഞു. ധേനുകൻ കൊല്ലപ്പെട്ടു എന്ന് ഉപേത്യ അടുത്തു ചെന്ന് മധുരാണി ഫലാനി അദദ്ഭിഃ, നല്ല സ്വാദുള്ള കരിമ്പന പഴവും തിന്നുന്നതായ ലോകൈഹി ജനങ്ങളാൽ ജയേതി എന്നെന്നും ഇങ്ങനെ ഉത്കർഷത്തോടെ വർദ്ധിക്കൂ, ജീവേതി ദീർഘായുസ്സുള്ളവനായി തീരൂ, ഇതിനുദഹ എന്ന് സ്തുതിക്കപ്പെടുന്ന വിഭോ സർവശക്തനായ ഗുരുവായൂരപ്പ, മരുത്പുരാധീശ്വര ഗുരുവായൂരപ്പ, ത്വം രോഗാത് പാഹി എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. അതായത് ഈ പഴങ്ങളൊക്കെ തിന്നു, അവർക്ക് സന്തോഷം, അതുകൊണ്ട് ജീവേതി ജയേതി, അങ്ങ് ജയിച്ചാലും അങ്ങെന്നും സർവോത്കർഷേണ വർത്തിച്ചാലും എന്ന് കുറെ പേര് പറഞ്ഞു. ആയുഷ്മാനായി തീരൂ എന്ന് മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന അങ്ങാരാ സർവശക്തനായ ഭഗവാനാണ്. വിഭോ തന്നെ പറഞ്ഞു. സർവശക്തനായ ഭഗവാൻ ഈ ജനങ്ങളാലെല്ലാം സ്തുതിക്കപ്പെടുന്നവനായിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ എന്റെ രോഗത്തിൽ നിന്നും രക്ഷിച്ചു തരൂ. അപ്പൊ ഭഗവാന് കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് സർവവ്യാപിക്കപ്പെട്ട ശക്തിയുണ്ട്, ശിവരാൽ സ്തുതിക്കപ്പെടുന്നവനാണ് എന്നും കൂടി ചേർത്തി പറയുകയാണ്. ധേനുകഃ ഹതഃ ഹതഃ
ഇതി ഉപേത്യ മധുരാണി ഫലാനി അതത് എന്ന് പറഞ്ഞാൽ തിന്നുന്നത്, അതതി തിന്നുന്നു, അത്തി എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ അതദ്ബി, അതൻ അതന്തൗ അതന്തഃ, അതന്തം അതന്തൗ അതദഃ, അതദാ അതദ്ഭ്യാം അതദ്ബി എന്ന തൃതീയ ബഹുവചനം. തിന്നുന്നവരായ ലോകൈഹി ജനങ്ങളാൽ, ജയ ഇതി ജീവ ഇതി നുദഃ ജയിച്ചാലും ജീവിച്ചാലും, അതായത് വളരെ കാലം ഉത്കർഷത്തോടെ വർത്തിച്ചാലും ആയുസ്സുള്ളവനായി തീർന്നാലും എന്ന് നുദഃ സ്തുതിക്കപ്പെട്ടവനായ ഹേ വിഭോ സർവവ്യാപിയായ ഭഗവാനെ, മരുത്പുരാധീശ്വര അല്ലയോ ഗുരുവായൂരപ്പ, ത്വം രോഗാത് പാഹി എന്നെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും, ധേനുകഃ ഹതഃ ഹതഃ ഇതി ഉപേത്യ മധുരാണി ഫലാനി അതദ്ഭിഃ ലോകൈഃ ജയ ഇതി ജീവ ഇതി നുതഃ വിഭോ മരുത്പുരാധീശ്വര ത്വം രോഗാത് പാഹി. ധേനുകനെ കൊന്നു, ധേനുകനെ കൊന്നു എന്ന് അടുത്തു ചെന്ന് സ്വാദുള്ള കരിമ്പനപ്പഴം തിന്നുകൊണ്ട് നല്ല ഉത്കർഷത്തോടെ ആയുസ്സുള്ളവനായി തീരൂ എന്ന് ജനങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങ് എന്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഃ ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. അങ്ങനെ ധേനുകാസുരവദനം എന്നുള്ളതായ 53-ാമത്തെ ദശകം നമുക്കിന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളില് സമർപ്പിക്കാൻ കഴിഞ്ഞു. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യ ശ്രീവത്സൽ കൗസ്തുഭം ഇടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിതി വിലസും 4 തൃക്കൈകളോടെ സങ്കീർണശ്യാമവർണം ഹരിവപുരമലം പൂരയേൻ മംഗളം വഹ.